വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും ഞാൻ ഹാപ്പി വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യാണ്. എൻ്റെ വാലന്റൈൻസ് ഡേ വാസ് സോ ബോർഡ്. കാരണം എന്താ വെച്ചാൽ ആസ് യൂഷ്വൽ ഒന്നും ഒരു പ്രത്യേകതയും ഇല്ല. കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, പോസ്റ്റിങ്സിന് പോകുന്നു ഹോസ്പിറ്റലിൽ, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നു, ഫുഡ് കഴിച്ചു, നല്ലോണം അങ്ങ് ഉറങ്ങി. ഓക്കെ, അത് കഴിഞ്ഞ് ഫ്രഷ് ആയതാ ഇപ്പം ഞാൻ ഒരു ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. എന്താണെന്നറിയത്തില്ല, എനിക്കിങ്ങനെ ഹെയർ 6 months കൂടുമ്പോൾ കട്ട് ചെയ്തേ പറ്റും. പക്ഷേ ഇപ്പം കുറച്ചായി ഞാൻ ഹെയർ കട്ട് ചെയ്തത്. ഞാൻ അന്ന് ഈ ഹെയർ കളറും ട്രീറ്റ്മെൻറ്റും ചെയ്തല്ലാതെ പിന്നെ ഹെയർ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. സോ എനിക്കാണെങ്കിൽ ഹെയർ ഒരു ഷേപ്പില്ലാതെ കിടക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഐ നീഡ് സംതിങ് ലൈക്ക് എപ്പോഴെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെയർ മേക്ക് ഓവർ എനിക്ക് ഭയങ്കര ഇഷ്ടം. സോ ദാറ്റ് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. സോ വേറൊരു പരിപാടിയും ഇല്ല, റൂമിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കാൻ വയ്യ, ചടച്ചിരിക്കാൻ വയ്യ. അതുകൊണ്ട് ചുമ്മാ ഒന്ന് പുറത്തു പോയി, നമ്മളൊന്ന് ഡേറ്റിന് വിളിക്കാനൊന്നും ആരുമില്ല ഗൈസ്. ബൈ ദ വേ അതൊരു ഫാക്റ്റാണ്. ഓക്കെ ഫൈൻ, അതൊക്കെ ലീവ്. ആൻഡ് സോ ദാറ്റ് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും വാലന്റൈൻസ് ഡേ ചുമ്മാ അങ്ങനെ ഉറങ്ങി തീർക്കാതെ ചുമ്മാ നമുക്കൊരു ഹെയർ കട്ട് പോയി ചെയ്തിട്ട് വരാം, അപ്പോൾ ഒരു ചേഞ്ച് ആവുമല്ലോ. സോ ദാറ്റ് അപ്പം ഞാൻ എന്ത് ചെയ്തു, വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഞാൻ വെറുതെ ഒരു റെഡ് ക്രോപ്പ് ടോപ്പ് പിന്നെ ഒരു ജീൻസ് ചുമ്മാ ഇതിട്ടു. കാരണം എന്തായാലും അലമാരയിൽ റെഡ് ഡ്രസ്സൊക്കെ ഇരിക്കുക, ചുമ്മാ ഇരിപ്പാണല്ലോ, വേറെ പരിപാടിയൊന്നുമില്ല. സോ ദാറ്റ് ഐ തോട്ട് ഓഫ് വെയറിങ് ദിസ്. നിങ്ങൾ പറയൂ രസമുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻസിൽ പറയൂ. ഓക്കെ, അപ്പം നമുക്ക് ഹെയർ കട്ട് ചെയ്യാൻ പോയല്ലോ. ഞാൻ അവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിവിടെ വലുതായിട്ട് കാര്യമായിട്ട് സലൂണൊന്നും അറിയില്ല. കാരണം ഞാൻ ഇവിടുന്ന് അങ്ങനെ യൂഷ്വലി ഹെയർ കട്ട് ചെയ്തിട്ടില്ല. ഹെയർ കട്ട് എന്നല്ല, ഒരു സംഭവങ്ങളും ഞാൻ സലൂണിൽ ഇവിടുന്ന് ചെയ്തിട്ടില്ല. സോ ദാറ്റ് കാലിക്കറ്റ് പോലെ ഇവിടെ എനിക്ക് അറിയത്തില്ല ഏത് സലൂണാണ് നല്ലത് എന്നൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്, ഒരു കന്നഡ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളെ വിളിച്ച് ചോദിച്ചു. ആൻഡ് ഷി വാസ് ലൈക്ക് യു ഹാവ് ദിസ് മച്ച് ഓപ്ഷൻസ് കുറേ ഉണ്ട്, അപ്പോൾ ഇവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വിളിച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു, അറിയില്ല, ഇനി അവിടെ പോയിട്ട് കാണാം. സോ ദാറ്റ് വാട്ട് വാസ് ദാറ്റ് നെയിം, എന്തോ ഒരു കട്ട്സോ അങ്ങനെ എന്തോ ആയിരുന്നു പേര്. എന്തായാലും അവിടെ പോയി നോക്കട്ടെ, ഞാൻ എന്തായാലും അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ഇനി അവിടെ പോയി ഒരു ഹെയർ കട്ടൊക്കെ ചെയ്യാം. കാരണം ഇന്ന് വെറുതെ നല്ലൊരു ദിവസമായിട്ട് ചുമ്മാ ഇരിക്കണ്ടല്ലോ റൂമിൽ. സോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഗൈസ് ഐ കാൺ ഓപ്പൺ മൈ ഇൻസ്റ്റാഗ്രാം സീരിയസ്ലി. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബോയ് ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്യുന്നു. എൻ്റെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായി. ഹാപ്പി. സോ ദാറ്റ് ഞാൻ കുറച്ച് സാധനങ്ങൾ ഡിലീറ്റ് ചെയ്തു. എനിക്കില്ലേ യൂഷ്വലി ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ ഡിലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. പോട്ടെ, അതൊക്കെ പോട്ടെ. സോ അപ്പം ഇൻസ്റ്റഗ്രാം ഫുള്ള് ഭയങ്കരമായിട്ടും എന്താ പറയുക ഗിഫ്റ്റ് കൊടുക്കുന്നു, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനെ കാണുന്നു, ലൈക്ക് ബൊക്കേസ് കൊടുക്കുന്നു. ഓ മൈ ഗാഡ്, അയ്യോ എനിക്ക് ഇൻസ്റ്റ തുറക്കാൻ പറ്റുന്നില്ല. അപ്പം ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവളിങ്ങനെ വിളിച്ചിട്ട് പറയാം, വാട്ട്സ് യുവർ വാലന്റൈൻസ് ഡേ പ്ലാൻ? ഐ വാസ് ലൈക്ക് what are you asking man, like എൻ്റെ അടുത്ത് വാലന്റൈൻസ് പ്ലാനോ? അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നുമില്ല, ആസ് യു നോ എനിക്കൊന്നുമില്ല, ആസ് യൂഷ്വൽ എല്ലാ ഡേയിലും. അപ്പം എനിക്കിന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, എനിക്കിന്ന് ഫ്രൈഡേ ആണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര കുറേ സംഭവം നമ്മളിങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവളിങ്ങനെ പറയാം, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചീൻ്റെ എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ചതാ. അപ്പോൾ ചേച്ചീൻ്റെ ലൈക്ക് ഹുഡ് ഇവിടെയാ, പുറത്താ, മേ ബി ഐ തിങ്ക് കാനഡ അങ്ങനെ എന്തോ ആണ്. അപ്പം പുള്ളിക്കാരൻ അവിടെ നിന്ന് രാവിലെ തന്നെ ഒരു വലിയൊരു ഫ്ലവർ ബൊക്കെ പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലെത്തിച്ചു. ഞാനതൊക്കെ കണ്ടപ്പോൾ വിചാരിക്കും എനിക്കും ഒരു ചെക്കനുണ്ടെങ്കിൽ ബൊക്കേസൊക്കെ കിട്ടിയായിരുന്നല്ലേ. അപ്പോൾ ഐ വാസ് ലൈക്ക് ശരിയാട്ടോ. ലൈക്ക് ഗേൾസ് യൂഷ്വലി ലൈക്ക് ഫ്ലവർ ബൊക്കേസ്. ലൈക്ക് എന്നെ പോലത്തെ ഗേൾസിനൊക്കെ ലൈക്ക് എന്താ പറയുക എക്സ്പെൻസീവ് ഗിഫ്റ്റോ അല്ലെങ്കിൽ വലിയ കാര്യം അതൊന്നുമല്ല. നമുക്ക് ഈ കുഞ്ഞു ഫ്ലവർ ബൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും.
സോ അപ്പം നമ്മളിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ പറയാം, ആണല്ലേ, ഓ ദാറ്റ് സോ നൈസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്താലോ, നാളെ ഞാൻ ഇവിടെ എവിടെയാ റോസസും ഫ്ലവേഴ്സൊക്കെ കിട്ടാൻ നോക്കട്ടെ. ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് ഒറിജിനൽ ഫ്ലവേഴ്സ് ഇഷ്ടം, മറ്റേത് എനിക്ക് ഇഷ്ടമല്ല, പ്ലാസ്റ്റിക്. അപ്പം ഞാൻ വിചാരിച്ചു ഒറിജിനൽ, ഞാൻ ഇങ്ങനെ ചോദിച്ചു, എടി എന്നാൽ ഞാൻ ഇവിടുന്ന് എവിടെയാണ് ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ച് ബൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നോക്കിയിട്ട് അവിടെ പോയിട്ട് ഒരു ബൊക്കെ സെൽഫ് ഗിഫ്റ്റ് ചെയ്താലോ, ആൻഡ് ലൈക്ക് പുട്ടിങ് എ സ്റ്റോറി ലൈക്ക് ഹാപ്പി വാലന്റൈൻസ് ഡേ ടു മീ. ഓക്കെ, അപ്പോൾ അവൾ പറയാം, ദാറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ. അപ്പം ഞാൻ പറയാം, ചുമ്മാ നാട്ടുകാർ കണ്ടാൽ ഇങ്ങനെ വട്ടാണെന്ന് പറയും, സെൽഫ് ഗിഫ്റ്റ് ചെയ്യുന്ന. അപ്പോൾ ചുമ്മാ അങ്ങനെയൊന്നുമില്ല, നല്ലതല്ലേ. മേ ബി ഞാനൊരു പ്ലാൻ ഉണ്ടാക്കാൻ പോകും, നാളെ ഇനി ഇങ്ങനെ സെൽഫ് ഗിഫ്റ്റ് ചെയ്താലോ എന്ന് പറഞ്ഞു. ഞാൻ വെച്ചു ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു, ചുമ്മാ തമാശയ്ക്ക്. ആൻഡ് യു നോ സംതിങ്, ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ ചുമ്മാ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ വിചാരിച്ചു ശരി കേട്ടോ, നാളെ പോയിട്ട് ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് ബൊക്കെ പോലെ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്താലോ, നോട്ട്സ് ഓഫ് സ്റ്റോറി സംതിങ്, അങ്ങനെയൊന്നുമല്ല, എന്നാലും ചുമ്മാ ഒരു ഹാപ്പിനെസ്. പിന്നെ എന്തിനു ശോകം, ചുമ്മാ പോട്ടെ, എന്തിനാ ഇപ്പം അതൊക്കെ, ഓക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്ന് രാവിലെ പോസ്റ്റിംഗ് സമയം പിന്നെ ആ മൂഡേ പോയി, ആ വൈബേ പോയി. അപ്പൊ അതൊക്കെയാണ് ഗൈസ് എൻ്റെ വാലന്റൈൻസ് ഡേ കഥകളൊക്കെ. ആൻഡ് ഞാൻ എന്നാ വേഗം പോയി, ഞാൻ അങ്ങനെ കഥ പറയുകയാണെങ്കിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വേഗം പോയി ഹെയർ കട്ട് ചെയ്തിട്ട് വരാം. ഐ വിൽ ഷോ യു, കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, what's your name? Adi. Just for a video clip. This is for my YouTube channel. Thank you. Bye. 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 Bye.
ഐ ഡിഡ് മൈ ഹെയർ കട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇവിടുന്ന് ഇത്രയും അടിപൊളി ഒരു ഹെയർ കട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നൈസ്. പെട്ടെന്നൊരു വേറെ ലുക്കായപ്പം ഐ ലവ്ഡ് ഇറ്റ്. പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ താങ്ക് യു. അവർ പേജിന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞതാണ് ഗൈസ്. ആൻഡ് ഐ ലവ് ദെയർ ഹെയർ കട്ട്. ഓക്കെ, ആദിൽ എന്ന് പറഞ്ഞ പുള്ളിയാണ് ചെയ്ത്. ഞാനിവിടെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ ഇടാം. പുള്ളിയുടെ സർവീസസ് ലൈക്ക് ടു ഗുഡ്. ആക്ച്വലി എനിക്കിവിടെ ആരാ നല്ല സർവീസ് ചെയ്യാമെന്നോ നല്ല യുനോ ഇപ്പോൾ എനിക്ക് അവിടെ പോയാൽ നാട്ടിൽ പോയാൽ ഞാൻ പോകുന്ന സലൂണിൽ എനിക്കറിയാം എനിക്കൊരു സ്റ്റൈലിസ്റ്റ് ഉണ്ട് ഹെയർ സ്റ്റൈലിസ്റ്റ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ തന്നെയാണ് ബുക്ക് ചെയ്യാൽ. പക്ഷെ ഇവിടെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ചുമ്മാ ഒന്ന് വന്നു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പുള്ളി വന്നു. പക്ഷേ ഐ ഗോട്ട് ദ ബെസ്റ്റ് സ്റ്റൈലിസ്റ്റ് ഹിയർ. ഇനി ഞാൻ ഇയാളെയും തപ്പി വരും. കാരണം ഐ ലവ്ഡ് ഇറ്റ്. ലുക്ക് അറ്റ് മൈ ലേയേഴ്സ്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിഷ്ടമായി ലുക്ക്. ഞാൻ നല്ല ടെൻസ്ഡ് ആയിരുന്നു ഗൈസ് ഇങ്ങോട്ടേക്ക് വരുമ്പം എന്താവുമെന്ന് അറിയാനിട്ട്. പക്ഷേ ഇറ്റ്സ് ഗുഡ്. ഐ ലൈക്ക് ഇറ്റ് ഗൈസ്. ദിസ് ഇസ് ദി പാർലർ ആൻഡ് ഐ വിൽ ഷോ യു ഗൈസ്. അപ്പം എനിക്കിഷ്ടമായി. എനിവേ മൈ വാലന്റൈൻസ് ഡേ ഞാനിങ്ങനെ എന്നിലൂടെ സെൽഫ് കെയർ ചെയ്ത് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നു ഗൈസ്. ഓ മൈ ഗോഡ്, ഐ ലവ്ഡ് ഇറ്റ് സോ മച്ച്. എൻ്റെ ഹെയറിൻ്റെ ബാക്കൊക്കെ പുള്ളി എടുത്ത് തന്നിട്ടുണ്ട്. അപ്പം ഗൈസ് ഞാൻ ഇനി പോവാൻ നോക്കട്ടെ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്. റൂമിലേക്ക് പോകണം. ഓ മൈ ഗോഡ്, നൈറ്റ് എന്താ ഫുഡ്? മേ ബി ഫുഡ് എന്തെങ്കിലും കഴിക്കണം. എന്നിട്ട് പോകും. മൈ ഗോഡ്, ഫോക്കസ് ഔട്ടായി. റൂമിലേക്ക് പോകണം. അങ്ങനെ ഗൈസ് എല്ലാവരും എന്നെ എന്തോ ബിയേർഡായിട്ട് നോക്കുന്നു. ഐ ഡോണ്ട് നോ വൈ. മേ ബി എൻ്റെ ഓവർ ആക്ടിങ് കൊണ്ടായിരിക്കാം. ദിസ് ഇസ് മൈ ഇത് എനിക്ക് ഭയങ്കര ഹാപ്പി. സത്യം പറഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഗൈസ്. ഇറ്റ്സ് ഗുഡ് റൈറ്റ്. അപ്പം എന്നാൽ ഞാൻ ഇനി റൂമിലേക്ക് പോട്ടെ. ഓക്കെ, ഞാൻ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ റൂമിലെത്തി. അപ്പം ഞാനിങ്ങനെ ഞങ്ങളെ റൂമിൻ്റെ താഴെ ഒരു ചേട്ടൻ്റെ ഷോപ്പുണ്ട്. അപ്പം പുള്ളീൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും സാധനം വാങ്ങൽ. അപ്പം ഞാൻ പാല് വാങ്ങാനുണ്ടായിരുന്നു രാവിലത്തേക്ക്. അപ്പോൾ ഞാൻ പാല് വാങ്ങി. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറയാ, ഓ യു ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ ടുഡേ, ആർ യു ഗോയിങ് ഫോർ എ ഡേറ്റ്? ആൻഡ് ഐ വാസ് ലൈക്ക്, നോ uncle, no, I just did my haircut, that's it. അപ്പം uncle അറിയോ, ഓ okay, I thought today Valentine's Day na, so you are going for a date. And I was like, no uncle, Papa, what to do? Oh my god, I was blushing inside when he says like, you look so beautiful. And I was like, oh my god. I don't know why I'm being so over dramatic. അപ്പം ദാറ്റ്സ് ദാറ്റ്. ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ഹെയർ കട്ട് ഞാൻ വീട്ടുകാർക്കും പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടും. വേറെ ഒന്നുമില്ല. അപ്പം ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ദിസ് ഇസ് മൈ വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ. ഇതാണ് എൻ്റെ സെലിബ്രേഷൻ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ? എനിക്കറിയാം കുറച്ച് പേര് ഉള്ളിൽ ചിരികയായിരിക്കും മേ ബി, കാരണം എൻ്റെ ഈ മണ്ടത്തരങ്ങൾ കേട്ടിട്ടെ. But yeah, it's okay. This is me and this is what is me. Okay? അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. കുറേ മൂവീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പൈങ്കിളി, ബ്രൊമാൻസ്, അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഫ്രണ്ട്സ് ആരുമില്ല. ഞാൻ പറഞ്ഞില്ല, റൂംമേറ്റ് ഇല്ല. പിന്നെ ഹിബ ഇല്ല. ഹിബ നാട്ടിൽ പോവാണ്. സോ എല്ലാവരും കഷ്ടത്തിലാണ് ഗൈസ്. എന്ത് ചെയ്യും? മേ ബി ഞാൻ ഒറ്റയ്ക്ക് പോയി മൂവി കാണേണ്ടി വരും. അതായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അപ്പം ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വേറെ ഒന്നുമില്ല. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി വാലന്റൈൻസ് ഡേ. ആൻഡ് ദിസ് ഇസ് മൈ വാലന്റൈൻസ് ഡേ വാട്ട് ഗോയിങ് ഓൺ. ലൈക്ക് കഴിയാനായല്ലോ. അപ്പം ടൈം എത്രയായി? 8 o'clock ആയി. സോ ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നുമില്ല. ഇനി ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും, പിന്നെയും രാവിലെ എഴുന്നേക്കും, പോസ്റ്റിംഗ് പോകും. സെയിം റൂട്ടീൻ, നോ ചേഞ്ച്. അപ്പം ദാറ്റ്സ് ദാറ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.
അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.